ഹലോ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നുണ്ടല്ലോ ഞാനൊരു ഫുഡ് വ്ലോഗ് ചെയ്യാൻ പോവാം. ഫുഡ് വ്ലോഗ് മീൻസ് ഞാൻ പനമ്പള്ളി നഗറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പനമ്പള്ളി നഗറിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള തട്ടുകടകളുണ്ട്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഫുഡ് അത്യാവശ്യം നല്ല അഫോർഡബിൾ രീതിയിൽ ഫുഡ് സെർവ് ചെയ്യുന്ന കുറച്ച് തട്ടുകടകളുണ്ട്. കുറേ തട്ടുകടകളുണ്ട്, പക്ഷേ എൻ്റെ പേഴ്സണൽ ഇഷ്ടമുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇന്നൊന്ന് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഞാൻ പോകാൻ ചിന്തിച്ചപ്പോഴാണ് അത് വീഡിയോ എടുത്താലോ എന്നൊരു തോട്ട് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ആ ഒരെണ്ണം മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എപ്പോഴാണ് പോകുന്നത് അപ്പോൾ ഉള്ളതൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ടുള്ളൊരു 3-4 ഫുഡ് സ്പോട്ട്സ്, അഫോർഡബിൾ ആയിട്ടുള്ള 3-4 തട്ടുകടകൾ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നല്ല ഫുഡ് കിട്ടുന്ന കുറച്ച് ഫുഡ് സ്പോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ആഡംസ് അടുക്കള എന്നാണ് കേട്ടോ ഈ ഫുഡ് സ്പോട്ടിൻ്റെ പേര്. ഒരു ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു തട്ടുകടയാണ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൈരളി അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. ഇവിടെ മുമ്പ് വേറൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തുള്ള ഷോപ്പിലോട്ടാണ് വന്നത്. നല്ല വാശി എന്ന് പറഞ്ഞിട്ട് അവിടെയും അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ. പക്ഷേ ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. ഇവിടെ ഒരു റീല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ട്രൈ ചെയ്യാൻ കയറി. അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ അവർ. നല്ലൊരു ഫുഡാണ് അവർ ആക്ച്വലി കൊടുക്കുന്നത്. പുട്ട് കഴിക്കാനായിട്ട് കുറച്ച് നാളായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ പുട്ടും ചിക്കനാണ് ഞാൻ പറഞ്ഞത്. എന്തോ കാന്താരി ചിക്കൻ അങ്ങനെ എന്താ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചി ബീഫ് റോസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. രണ്ടും എന്താ പറയുക, ആ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. കാണാനും നല്ല രസമുണ്ടായിരുന്നു. കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ ഗ്രേവി, നമുക്ക് എക്സ്ട്രാ ഗ്രേവി അവർ തന്നു. നമ്മൾ ഡ്രൈ ആണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഗ്രേവിയും കൂടി അവർ തന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം അഫോർഡബിൾ ആയിരുന്നു. ഇതല്ലാണ്ട് അവർക്ക് കുറേ ഫുഡ് ഓപ്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. ബ്രെഡ്, സ്റ്റൂ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ കഴിച്ചത് പുട്ടാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് മനോരമ ജംഗ്ഷനിൽ നിന്ന് പനമ്പിള്ളിയിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു ചെറിയ തട്ടുകടയാണ് കേട്ടോ. നല്ല ഫുഡാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പനമ്പിള്ളിയിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു തട്ടുകടയിൽ പോയി കഴിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇപ്പോഴും എനിക്കത് ഫേവററ്റ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ ദോശയും സാമ്പാറും അതുപോലെ തന്നെ മീൻ കറിയും കപ്പിയൊക്കെ അടിപൊളിയാണ്. നല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട് തട്ടുകടയിലൊക്കെ ഉള്ള പോലത്തെ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ബീഫ് റോസ്റ്റ്, അതുപോലെ തന്നെ ദോശ, ഡബിൾ ഓംലെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഇതുപോലെ തന്നെ പൈസയ്ക്ക് വർത്തായിട്ട് തോന്നി. നീറ്റായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഫുഡ് സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ തട്ടുകട ഇവിടെ ഉണ്ട്. ചൈനീസ് തട്ടുകട എന്ന് വേണമെങ്കിൽ പറയാം. പനമ്പള്ളി നഗറിലാണ്. അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ബാക്കി വിഷ്വൽസും കാര്യങ്ങളൊക്കെ. ഫ്രൈഡ് റൈസ്, നൂഡിൽസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു അടിപൊളി കടയാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ അംബികാപുരം ചർച്ച് റോഡ്, അതിൻ്റെ എൻട്രൻസിൽ തന്നെയാണ്. ഈ റൈറ്റ് സൈഡിലായിട്ട് അത് സ്റ്റാർബക്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഒരു കുട്ടി കടയാണ് കേട്ടോ. അവിടെ ഒരു 2 ചേട്ടന്മാരും ഒരു ചേച്ചി എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആ ചേച്ചി ആ ഭാഗങ്ങളൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആക്കിയിട്ട് ഇടാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും ഹാഫ് ചിക്കൻ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് കോംബോ, അതായത് ചില്ലി ചിക്കൻ കോംബോ ഒക്കെ എപ്പോഴും വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ ഫുഡ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് ഇവരുടെ നിന്നാണ് പാഴ്സൽ വാങ്ങിക്കാറ്. ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഇങ്ങനെ ടയേർഡായിട്ടൊക്കെ വരാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പാഴ്സൽ എടുത്ത് നേരെ ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകാറാണ് കേട്ടോ ചെയ്യാറ്. എപ്പോഴും നല്ല തിരക്കുണ്ടാവാറുണ്ട്. പിന്നെ ആ കാണുന്നത് കിളിബോയ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫേമസ് ആയിട്ട് പനമ്പള്ളി നഗറിലുള്ളൊരു ഡ്രിങ്ക് ഓപ്ഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ ഒരു കിളിബോയ് എന്ന് പറഞ്ഞത്. കുൽക്കി സർബത്ത് അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചില്ല. ജോലി കഴിഞ്ഞ് വന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പാഴ്സൽ എടുക്കുക ചെയ്തത്. 120 റുപ്പീസിനാണ് കേട്ടോ ഞാൻ ഈ ഹാഫ് ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് കോംബോ വാങ്ങിക്കുന്നത്. അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.